ഇന്ന് ഗോൾഡനും റെഡും കളറിലുള്ളൊരു ഹെയർ ബാൻഡാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഹെയർ ബാൻഡ് എടുത്തിട്ടുണ്ട്. ഗോൾഡൻ കളറാണ്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ച ഹെയർ ബാൻഡാണ് കേട്ടോ. പിന്നെ ഞാൻ റിബൺ എടുത്തിട്ടുണ്ട്. ഈ റിബണൊക്കെ ഞാൻ ക്രിസ്മസിൻ്റെ ആവശ്യത്തിന് വേണ്ടി വാങ്ങിച്ച റിബണാണ്. അപ്പോൾ അതൊക്കെ ബാലൻസ് ഉണ്ടായത് വെച്ച് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. പിന്നെ മുത്ത് എടുത്തിട്ടുണ്ട്. മുത്ത് കളർ പോകാത്ത ടൈപ്പാണ്. ചെറിയ ഗ്ലേസിംഗ് ഉള്ള ടൈപ്പ് മുത്താണ് കേട്ടോ എടുത്തേക്കുന്നത്. പിന്നെ ഗ്ലിറ്റർ ഫോം ഷീറ്റ് എടുത്തിട്ടുണ്ട്. അത് ഹെയർ ബാൻഡിൽ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഈ പൂവും പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന മുത്ത് വെച്ചിട്ടുള്ളതൊക്കെ ഒന്ന് അറ്റാച്ച് ചെയ്യാൻ. പിന്നെ നൂൽക്കമ്പി എടുത്തിട്ടുണ്ട്. നൂൽക്കമ്പി മറ്റേ പൂവിൻ്റെ സ്റ്റെം ഉണ്ടാക്കുന്ന നൂൽക്കമ്പിയാണ് കേട്ടോ. പിന്നെ നൂല് സൂചി നമുക്ക് പൂ കോർക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ഇവിടെ മുത്ത് പൊട്ടിച്ചെടുക്കാൻ കേട്ടോ അതിൽ നിന്ന്. ഇനി നമുക്ക് ഇത് വെച്ചിട്ട് ടിയാരയ്ക്കൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ, അതുപോലെയാണ് ഞാൻ ഈ നൂൽക്കമ്പി വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടോ. കാരണം അങ്ങനെ ഒരു 4 എണ്ണം ഉണ്ടാക്കിയിട്ട് അതിൽ പൂക്കൾ അറ്റാച്ച് ചെയ്തിട്ടുള്ള ടൈപ്പ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ ഒരു വലിയ മുത്ത് കോർത്തു. വലിയ മുത്ത് കോർത്തതിന് ശേഷം ആ വലിയ മുത്ത് കോർത്ത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആ ഗോൾഡൻ കളർ കമ്പി ഇത്തിരി കൂടുതലായിട്ട് കാണാവുന്ന രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമ്മളത് നമ്മുടെ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അത് ഹൈഡ് ചെയ്തിട്ട്, ആ കമ്പിയുള്ള ഭാഗം ഹൈഡ് ചെയ്തിട്ട് വേണം നമ്മുടെ ഹെയർ ബാൻഡിൽ അറ്റാച്ച് ചെയ്യുക. അതൊക്കെ നമ്മുടെ ക്രിയേറ്റീവായിട്ടുള്ള നമ്മുടെ ഓരോ ഐഡിയ വെച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഇന്നിപ്പോൾ കുഞ്ഞു മുത്തുകൾ കണ്ടോ, 3 മുത്തുകൾ ഇങ്ങനെ ചേർത്ത് ചെറിയൊരു പൂ പോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു 2 വലിയ മുത്തും പിന്നെ ഒരു 4 ഇങ്ങനെ 3 കുഞ്ഞു പൂക്കൾ, 4 പൂക്കളുള്ള രീതിയിലാണ് ഞാൻ ഇത് ചുറ്റിയെടുക്കണം കേട്ടോ, മുത്തുകൾ ചുറ്റിയെടുക്കുന്നത്. പിന്നെ ഇതൊക്കെ ഞാൻ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതാണ് കേട്ടോ, ഈ മുത്തുകളും സാധനങ്ങളൊക്കെ. കണ്ടോ, ഇതുപോലെയാണ് ഞാൻ ഉണ്ടാക്കിയെടുത്തത്. ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ റിബൺ കുഞ്ഞി പൂക്കൾ ഉണ്ടാക്കിയെടുക്കാം. റിബൺ വെച്ചിട്ട് സാധാരണ ഞാൻ ഉണ്ടാക്കാറുള്ള പോലത്തെ തന്നെ പൂക്കളാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ റിബൺ ഞാൻ കട്ട് ചെയ്തെടുത്തായിരുന്നത് ഒരു 12 ഇഞ്ച് നീളത്തിലാണ് റിബൺ കട്ട് ചെയ്തെടുത്തത്. അത്രയും നീളത്തിൽ ഞാൻ 12 ഇഞ്ച് നീളത്തിലെടുത്തതെന്ന് വെച്ചാൽ പൂവിന് കുറച്ചുകൂടി ഒരു കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ 12 ഇഞ്ച് നീളമില്ലെങ്കിലും നമുക്ക് അത്യാവശ്യം ഒരു പൂ കിട്ടും. പക്ഷേ ഞാനൊരു ഇത്തിരി കട്ടി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ 12 ഇഞ്ച് നീളത്തിലെടുത്തത്. അപ്പോൾ ഞാൻ ഇവിടെ പൂക്കളൊക്കെ കട്ട് ചെയ്ത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പൂക്കൾ ഉണ്ടാക്കുന്നത് ഞാൻ കാണിക്കാത്തത്, ഞാൻ എപ്പോഴും ചെയ്യുന്ന പൂക്കൾ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാണ്ടിരുന്നത് കേട്ടോ. ഇത് എനിക്ക് കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ളൊരു വർക്കൊന്നുമല്ല, എനിക്ക് ഇങ്ങനെ തോന്നിയിട്ട് ഞാൻ ജസ്റ്റ് ഉണ്ടാക്കി എന്നുള്ളൂ. ഒരു ഐഡിയ തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ഉണ്ടാക്കി. കാരണം ഈ ഹെയർ ബാൻഡ് ഞാൻ കഴിഞ്ഞ ദിവസം മീഷോന്ന് വരുത്തിച്ചതാണ്. അപ്പോൾ ഇതിൻ്റെ ഗോൾഡൻ ഉണ്ട്, ബ്ലാക്ക് ഉണ്ട്, പിന്നെ ഒരു സിൽവർ കളറുണ്ട്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ചെയ്തു എന്നുള്ളൂ കണ്ടോ. അപ്പോൾ ഞാൻ ഈ മുത്തുകൾ കോർത്തെടുത്തത് ഈ ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അറ്റാച്ച് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഗ്ലൂ ഗണ്ണാണ് യൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. ഗ്ലൂ ഗൺ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഗ്ലിറ്റർ ഫോം ഷീറ്റിൽ നിന്ന് ഞാൻ ചെറിയ കഷ്ണം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കാരണം നമുക്ക് ഈ കമ്പി ഈ മെറ്റൽ ബോയിലേക്ക് വന്ന് വെക്കുമ്പോൾ നമ്മൾക്ക് വിചാരിച്ച പോലെ ഒട്ടി കിട്ടില്ല. അപ്പോൾ അത് ഒന്ന് ഒട്ടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോം ഷീറ്റിൻ്റെ കഷ്ണം എടുത്തത്. അപ്പോൾ ഞാൻ ഫോം ഷീറ്റിൻ്റെ കഷ്ണം ഈ ഹെയർ ബാൻഡിൻ്റെ ഒരു സൈഡിലേക്കായിട്ട് ഒട്ടിക്കുകയാണ്. ഒരു സൈഡിൽ വരുന്ന, അതായത് നമ്മുടെ റൈറ്റ് സൈഡിൽ പൂക്കൾ വരുന്ന രീതിയിലാണ് ഞാൻ ഈ ഹെയർ ബാൻഡ് ഉണ്ടാക്കിയേക്കണത് കേട്ടോ. അപ്പോൾ ഞാൻ ഇങ്ങനെ റൈറ്റ് സൈഡിൽ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ജസ്റ്റ് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ ഉണ്ടാക്കിയ ആ ഒരു മുത്തിൻ്റെ ആ ഒരു ഇത് ഞാൻ അതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആദ്യം ഞാൻ വിചാരിച്ചു കമ്പി ഇങ്ങനെ ചുറ്റിയെടുക്കാമെന്ന് വെച്ചിട്ടാണ് ഇങ്ങനെ നീളത്തിൽ കമ്പി കട്ട് ചെയ്യാതിട്ടായിരുന്നത്. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, മെറ്റലിൻ്റെ ഇതിൽ തന്നെ ഇങ്ങനെ കമ്പി വരുമ്പോൾ എനിക്കത്ര ഭംഗിയായി തോന്നിയില്ല. ഇങ്ങനെ ചുറ്റിയെടുത്തിട്ടും എനിക്കത് അത്ര ഭംഗിയായി തോന്നിയില്ല. അപ്പോൾ ഞാൻ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മുടെ ഹെയർ ബാൻഡിലേക്ക് അറ്റാച്ച് ചെയ്യാം. അറ്റാച്ച് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പശ യൂസ് ചെയ്യാം. കൂടുതലും ഞാൻ എപ്പോഴും പറയാറുള്ള പോലെ B7000 നല്ല പശയാണ്. പക്ഷെ ഞാൻ ഇന്നിപ്പോൾ ഇവിടെ ഇതൊക്കെ ഞാൻ ജസ്റ്റ് എനിക്കൊരു വീഡിയോയ്ക്ക് വേണ്ടി മാത്രം ചെയ്യുന്നതാണ്. എനിക്ക് ഓർഡർ കിട്ടിയിട്ടൊന്നും ചെയ്യുന്നതല്ല. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട്, പശ വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ പശയൊക്കെ വെച്ച് ഒട്ടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, ഈ പശയൊക്കെ നമ്മുടെ കയ്യിലൊക്കെ ഇളകി ഒട്ടിപ്പിടിച്ച് നമ്മുടെ ഹെയർ ബാൻഡിലൊക്കെ ആവാനൊക്കെ ചാൻസ് കൂടുതലുണ്ട്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചൊട്ടിച്ചാൽ മാത്രമേ നമ്മുടെ ഹെയർ ബാൻഡിന് വൃത്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ, കാണാനൊരു വൃത്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കി ഒട്ടിക്കാൻ കണ്ടോ. ഞാനപ്പോൾ 2 ബീഡ്സിൻ്റെ അത് 2 എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് ഒട്ടിച്ചിട്ട് അതിനകത്ത് മുത്തല്ല, നമ്മുടെ പൂക്കൾ ഒട്ടിച്ചിട്ടുണ്ട്. പൂക്കൾ 2 എണ്ണം ഒട്ടിച്ച് ഞാൻ മൊത്തത്തിൽ 3 പൂവ് വെച്ചിട്ട് ഉള്ളൊരു ഇതാണ് ഉദ്ദേശിച്ചതെങ്കിലും അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ എനിക്ക് അത്ര ഭംഗി തോന്നിയില്ല. അപ്പം ഞാൻ വീണ്ടും കുറച്ച് പൂവ് ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു 2 പൂവ് കൂടി ഞാൻ ഒട്ടിച്ചു കൊടുത്തു കണ്ടോ. എൻഡിൽ വന്നു കഴിഞ്ഞപ്പോൾ എനിക്കത്ര ഭംഗി തോന്നണ്ടായപ്പോൾ ഞാൻ ഈ എൻഡിലും അപ്പുറത്തെ എൻഡിൽ ഞാൻ ഓരോ പൂക്കൾ വീണ്ടും ഒട്ടിച്ചു കൊടുത്തായിരുന്നു കേട്ടോ.
സോറി, ഈ ഒരു എൻഡിലാണ് ഞാൻ ഒട്ടിച്ചു കൊടുത്തത് കേട്ടോ. കണ്ടോ, ഇതാണ് എൻ്റെ ഹെയർ ബാൻഡിൻ്റെ ഫൈനൽ ലുക്ക്. ഇതിങ്ങനെ പെട്ടെന്ന് ഞാൻ കുറച്ച് നാളായിട്ട് എൻ്റെ ഇത്തിരി തിരക്കും കാര്യങ്ങളായതുകൊണ്ട് വീഡിയോ ഇടാറുണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് തോന്നിയപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തെടുത്ത ഹെയർ ബാൻഡാണ്. കണ്ടോ, ഇതാണ് ഇതിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഹെയർ ബാൻഡ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ നിർദ്ദേശങ്ങൾ. ഇപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് കുറച്ച് ഡിലേ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ കറക്റ്റായിട്ട് ഇതിനകത്ത് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇനി മുന്നോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ എനിക്ക് വേണം. താങ്ക് യു ഫോർ വാച്ചിങ്.